അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസം എന്ന് പറയുന്നത് പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് അല്ലേ? കരുണയുടെ മാസം. റമളാൻ മാസം എന്ന് പറയുന്നത് കരുണയുടെ മാസമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് മഴ പോലെ വർഷിക്കുന്ന ഒരു മാസം. ഈ ഒരു മാസത്തിൽ നമ്മൾ ദിക്റിനെയും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിനെയും അധികരിപ്പിക്കുക. ഖുർആൻ ഓതിയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് നമുക്ക് എന്ത് പാപങ്ങൾ ഉണ്ടായാലും അതെല്ലാം തന്നെ പൊറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തേടുന്ന മാസം. ഒരു ദിക്റിന് നമ്മൾ ചൊല്ലേണ്ടത് സുബ്ഹിയുടെ സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു താല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഈ ഒരു ദിക്റിനെ നമ്മളെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് റമളാൻ മാസമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ചൊല്ലുന്ന ദിക്റിന് ഒരുപാട് ഫലം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളായാലും നമ്മുടെ ബുദ്ധിമുട്ടുകളായാലും എല്ലാം തന്നെ നീങ്ങിപ്പോകുന്നതാണ്. നമുക്ക് എന്ത് ആവശ്യമാണോ, എന്ത് ആഗ്രഹമാണോ നടക്കാനുള്ളത്, ഈ ഒരു മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം അല്ലാഹു തആല നടത്തി തരുന്നതാണ്. ഏതാണ് ആ ദിക്റ്? യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. ഈ ഒരു ദിക്റിനെ 33 തവണ വീതം നമ്മൾ ഓരോ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുക. അത്രയ്ക്കും പവറുള്ള, ഒരുപാട് ഫലം കിട്ടുന്ന ഈ ഒരു ദിക്റ് എല്ലാവരും ഈ ഒരു റമളാൻ മാസത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. പല ആളുകളും കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. പടച്ച റബ്ബ് ഈ ഒരു റമളാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ കടങ്ങളെല്ലാം തന്നെ വീട്ടി കൊടുക്കട്ടെ. അതുപോലെ തന്നെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, മക്കളെ കല്യാണം കഴിപ്പിക്കാനായിട്ട് കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, പല ആളുകളും പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളാണ്. അതെല്ലാം തന്നെ ഈ ഒരു മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നടത്തി കൊടുക്കട്ടെ. ആമീൻ. എല്ലാവരും ഈ ഒരു ഈ ഒരു ദിക്റിനെ ചൊല്ലുക. 33 തവണ വീതം സുബ്ഹിയുടെ സമയത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലതാണ്. ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് തേടിക്കഴിഞ്ഞാൽ അല്ലാഹു തആല വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം, എന്താവശ്യമാണ് അതെല്ലാം തന്നെ നടത്തി തരുന്നതാണ്. ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.